ഒത്തിരി വേറെയുണ്ട് നമ്മുടെ ഷൈനി സുരേഷ്. നമ്മൾക്ക് ഇന്ന് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഒരു യാത്രയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ജീവിതത്തിൽ പറഞ്ഞേക്കണല്ലേ. ഏതായാലും നമ്മുടെ നിധികളെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. പുതിയ ആരെങ്കിലും അങ്ങനെ വരുമ്പോഴേ എന്തെങ്കിലും ഒരു കോല് കൈ കൊടുക്കണം. നമ്മൾ പറമ്പ് ഉണ്ടായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണവർക്ക് അതിന്റെ പുല്ല് പിടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. വീടിന്ന് രക്ഷ നേടി ഇതുവരെ നിപ്പുണ്ട്. അപ്പം ഞാൻ ഇന്ന് രാവിലെ കഴിക്കാൻ പോണത് പാൻ കേക്കാണ് കേട്ടോ. പാൻ കേക്ക് ഈസ് വെരി ടേസ്റ്റി. എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഓൺലി തിങ് ഇത് ഉണ്ടാക്കി വരാൻ ഒരു ഇച്ചിരി സമയം എടുക്കും. നമ്മൾ എണീറ്റ് പെട്ടെന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിച്ച് പിന്നെ വേഗം തന്നെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാറ് പതിവ്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ ഇൻഗ്രീഡിയൻസ് എടുത്ത് മിക്സിയിൽ അടിച്ച് പിന്നെ അത് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് അത് നമ്മൾ പാനിൽ ചുട്ട് കഴിച്ച് അതിനുശേഷം പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി നീറ്റാക്കി എല്ലാം വെച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് സമയം അതിന് വേണ്ടി എടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഷൂട്ട് ചെയ്യാനുള്ള ടൈമൊക്കെ കുറേ പെൻഡിങ് വരും. രാവിലെ തന്നെ ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാനായിട്ട് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സാധനമാണ് ഈ പാൻ കേക്ക്. നല്ല രുചിയാട്ടോ. ഇതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഒരു മുട്ട, കുറച്ച് ഓട്സ്, പാല്, ഉപ്പ്, ഡേറ്റ് സിറപ്പാണ് മധുരത്തിന് ആഡ് ചെയ്തത്. ഒരു പൊടിക്ക് മധുരമേ ഉള്ളൂ. പിന്നെ ഒരു ഇത്തിരി സിനമൺ പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഞാനൊരു ഇത്തിരി കഴിച്ചായിരുന്നു കേട്ടോ. മധുരത്തിൻ്റെ ഒരു ഇത്തിരി കുറവുണ്ട്. ഞാൻ അധികം മധുരം ചേർത്തില്ല. ഡേറ്റ് സിറപ്പാണല്ലോ ഞാൻ നാച്ചുറൽ സ്വീറ്റ്നറാണ് ആഡ് ചെയ്തത്. തേനൊന്നും വെച്ചിട്ടില്ല. മധുരം വേണമെന്നുള്ളവർക്കും ഇതിൻ്റെ മുകളിൽ തേൻ ടോപ്പ് ചെയ്ത് കഴിക്കാം. പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഡേറ്റ് സിറപ്പിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഒരു നേർത്ത മധുരമേ ഉള്ളൂ. നല്ല രുചിയാണ്. നല്ല സോഫ്റ്റുമാണ്. പാൻ കേക്ക്സ് ഒക്കെ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പഴമൊക്കെ അരിഞ്ഞത് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഡെക്കറേഷൻ ആവും. അപ്പോൾ അതിനൊന്നും സമയമില്ല സത്യം പറഞ്ഞാൽ. നല്ല രുചിയാണ്. മുട്ട ചേർക്കുമ്പോൾ തന്നെ ഏതൊരു ഐറ്റത്തിനും അതിൻ്റെതായ ഒരു ടേസ്റ്റ് എൻഹാൻസ്മെൻറ്റ് വരും അല്ലേ. നല്ല സോഫ്റ്റായി മാറും, നല്ല രുചിയായി മാറും. പിന്നെ പ്രോട്ടീനും ആണല്ലോ. നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. എന്നെപ്പോലെ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം. നോർമലി ഉള്ള അപ്പം, പുട്ട്, ദോശ, ഇഡ്ഡലി ഇതൊക്കെയാണല്ലോ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ഇപ്പോൾ സൺഡേ പോലുള്ള ദിവസങ്ങളിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവരാരൊക്കെയാണെന്ന് പറയണേ. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഓരോ ദിവസം ഡിഫറെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യാനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. കാരണം നമുക്ക് വർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരല്പം റിലാക്സ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഇങ്ങനത്തെ വ്യത്യസ്തതകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള വ്യത്യസ്തമായ ബ്രേക്ക്ഫാസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയണേ. എനിക്കും അത് പരീക്ഷിക്കാനാണ്. ഒരു തവണ പാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ഒരു വ്യൂവർ പറഞ്ഞു, ലിൻസി ജോർജ് എന്ന് പറഞ്ഞൊരു വ്യൂവറാണ് പറഞ്ഞത്, പംകിൻ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കി. ഇറ്റ് വാസ് വെരി ടേസ്റ്റി. എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ഇന്നിപ്പം പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ ആദ്യം ചോദിച്ചത് പംകിൻ ഉണ്ടോയെന്നാണ്. പക്ഷെ പംകിൻ ഇവിടെ ഇല്ലായിരുന്നു. അല്ലാതെങ്കിൽ അതിൻ്റെ വേവിച്ചതും കൂടെ ചേർക്കായിരുന്നു. അപ്പം നല്ല ടേസ്റ്റും വന്നേനെ, നല്ല കളറും വന്നേനെ. ഇതിൽ ഞാനൊരു ഇച്ചിരി മാംഗോ പൾപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരു കുറച്ച് മാംഗോ പൾപ്പ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ടേസ്റ്റിലേക്കൊന്നും വന്നിട്ടില്ല. കുറച്ചേ ചേർത്തുള്ളൂ. അതിന് മധുരവും ഇല്ലായിരുന്നു. നാച്ചുറൽ സ്വീറ്റ്നർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്താൻ. പിന്നെ കളറും മാങ്ങയ്ക്ക് പക്ഷെ മധുരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും അതിൻ്റെ മധുരമൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഡേറ്റ് സിറപ്പിൻ്റെ മധുരം നേരത്തെ മധുരമുണ്ട്. കുറച്ച് മധുരം വേണം, എന്നാലേ രസം ഇത് കഴിക്കാനായിട്ട്. ഓ എന്ത് രസാന്ന് നോക്കിയേ ഈ മേഘം കാണാൻ. ഞങ്ങൾ ഇന്ന് വെറുതെ ഒരു റോഡ് ട്രിപ്പിന് ഇറങ്ങിയതാട്ടോ. പക്ഷെ പുറത്ത് നോക്കുമ്പോഴേ വെള്ള നിറാണ് മേഘത്തിന്. പക്ഷെ ഫോണിൽ എന്താണോ ഇങ്ങനെ കറുത്ത നിറം. അത് ഇന്നാള് നമ്മള് ചായത്തീരത്ത് പോയപ്പോഴും അങ്ങനെയായിരുന്നു അല്ലേ. പുറത്ത് നോക്കുമ്പോ ഇതായിട്ടിരിക്കും. നീ പറഞ്ഞ് നല്ല മഴക്കാറിന്റെ ഇതാന്നും പറഞ്ഞ പടം എടുത്തായിരുന്നു. കറുത്തിരണ്ട മേഘവാളികളാ. പുതിയ സാരിമറ്റാണല്ലോ. ഇറച്ചിവെട്ടിനാണോ ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ടാവണേ? ഓ തിരക്ക് അവിടെ വർഷമൊക്കെ ഉണ്ടാവാം. മേഘവാളികള് നല്ല രസം കാണാൻ.
ഇപ്പൊ ഓഫർ ഉണ്ടോ? ഓഫറിനല്ല, ഇതാകുമ്പോ സൗകര്യം. അവിടെ വലിയ തിരക്ക് സാധാരണ ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടണമെന്നില്ല അന്നേരം. ഇതാണ് ഇവിടെ ഒരു ജിമ്മാന്ന് തോന്നുന്നു. ആ ജിമ്മിവിടെ ഉണ്ട്. ഓ പിന്നെ നമുക്ക് സ്നാക്സ് ഉണ്ട് അവിടെ, ഔട്ട്ലെറ്റ്. ഇവിടെ കണ്ടോ നമ്മുടെ കർട്ടൻ പോലെ ദേ. അത് തന്നെ സെയിം. കളർ ഇടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിമ്പ് പക്ഷെ അത് നമ്മുടെ വീടിന്റെ കളറായിട്ട് നല്ല മാച്ചിങ്. ഇതും കളറ് ലൈറ്റ്. അമ്മ പുതിയ സാരി മിറ്റാണല്ലോ. പുതിയ സാരി അല്ല, ഈ സാരി ഒരു 4 മാസം മുമ്പ് മേടിച്ചതാ. ഫോളടിച്ച് ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടും 3.5 മാസമായി. പക്ഷെ മഴ കൊണ്ട് ഞാൻ എടുത്തില്ല. പള്ളിയിൽ പോവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചാ ഞാൻ മേടിച്ചത്, ലൈറ്റ് ഷെയ്ഡ്. അപ്പൊ എനിക്ക് തോന്നി തീരെ ലൈറ്റ് ആയതുകൊണ്ട് ഇച്ചിരി ഡാർക്ക് ബ്ലൗസ് എടുക്കാറുണ്ട്. ആ ഷോപ്പിൽ അവര് പറഞ്ഞു ലൈറ്റ് ബ്ലൗസ് പോരെ മാഡം എന്നൊക്കെ ചോദിച്ചു. ഒതിശിന്ന് എടുത്താട്ടോ, ഒരു പ്രൊമോഷനുമല്ല. 1000 എടുത്ത 900 സംതിങ് ആ റേറ്റ്. കൃത്യം മറന്നു പോയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, തീരെ ലൈറ്റ്, അതുകൊണ്ട് എനിക്ക് ഡാർക്ക് ബ്ലൗസിന്റെ മെറ്റീരിയൽ മതി. അങ്ങനെ എടുത്ത. നമ്മൾക്ക് ഇന്ന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു യാത്രയാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഇന്ന് വേറൊരു വീഡിയോ ഇടാന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നടന്നില്ല. കാരണം വേറൊന്നും അല്ല, നമ്മുടെ വേനൽക്കാലത്ത് നമ്മുടെ വീട്ടിലുണ്ടായ ഫ്രൂട്ട്സുകളുടെ ഒരു വീഡിയോ ആണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ ആ വീഡിയോ ഇന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ പെട്ടെന്ന് ഇന്നിപ്പോ യാത്ര വേണ്ടി വന്നുകൊണ്ട് വേറൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടൈം അതനുസരിച്ച് പബ്ലിഷ് ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്കിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോയുടെ കാര്യത്തിൽ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. നമ്മൾ ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ഇടാറുണ്ടല്ലോ, ഡെയിലി ഇടാറുണ്ടല്ലോ. അപ്പൊ അത് പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യണേ. പെട്ടെന്ന് ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അന്നേരം ഈസി ആയിട്ടുള്ള പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് അഡ്വാൻറ്റേജ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കന്ന് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എൻ്റെ എപ്പോഴും ഞാൻ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് ഒക്കെ കയ്യിൽ ഇരിപ്പുണ്ടാവും. അപ്പൊ ഇങ്ങനെ എമർജൻസീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോ മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്യാറാ പതിവ്. അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വിഷമാവും. സ്ഥിരമായിട്ട് നമ്മളെ കാണുന്നവരുണ്ടല്ലോ, അപ്പോൾ ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവും എന്ന് അവർ പറയാറുണ്ട്. സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാറ്റുമഴയൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും കമന്റ് തന്നു കേട്ടോ. കാരണം അവർക്ക് കാറ്റുമഴ ഉണ്ടായിട്ട് അവിടെ വൈക്കത്തും ആലുവായിലും നമ്മുടെ സ്ഥിരം ആൾക്കാരില്ലേ അവരൊക്കെ ആ ചേച്ചിയൊക്കെ മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വിഷയം ഉണ്ടായില്ല. പിന്നെ ഷൊർണൂര് നല്ല വെയിലായിരുന്നു അവിടുത്തെ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പഴയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ ഞാൻ അവരുടെ പേരൊന്ന് കോട്ട് ചെയ്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം അവര് സ്റ്റാർട്ടിങ് മുതലുള്ളത് കൊണ്ട് പേര് മെമ്മറിയിൽ നിൽക്കും. ഒത്തിരി വേറെ ഉണ്ട്, നമ്മുടെ ഷൈനി സുരേഷ്, അങ്ങനെയൊക്കെ ഉണ്ട്. പാലായിലൊക്കെ എങ്ങനെയാണോ പുള്ളിക്കാരി മറുപടി ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ പോണു. ഞങ്ങളിപ്പോ ചോറ്റാനിക്കര കഴിഞ്ഞ് തിരുവാങ്കുളത്തേക്ക് അടുത്തോണ്ടിരിക്കണം കേട്ടോ. നമ്മള് കാക്കനാട് ഭാഗത്തേക്കാ പോകുന്നത്. അവിടെ ഒരു ആവശ്യം വന്നു, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യമാണ്. അതെ. അപ്പൊ ഡെസ്റ്റിനേഷൻ എന്തായാലും കാണിക്കാൻ പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണിക്കാനില്ല. ഒരു ചടങ്ങൊക്കെയാണോ ഉള്ളത്. അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ റോഡ് ട്രിപ്പ് ആയിട്ട് നമുക്ക് കാണാം അല്ലേ. അതെ അതെ. അപ്പൊ അങ്ങനെ വെയില് കാലാവസ്ഥ നല്ലതായതുകൊണ്ട് യാത്രയിൽ സുഖകരമായി. എനിക്ക് ഈ മഴയത്തൊക്കെ ഭയങ്കര മടുപ്പാ. കാര്യം കാറിലാണെങ്കിലും ഭയങ്കര മടുപ്പാ. കാക്കനാട് എത്തിയപ്പോഴാണ് കണ്ടത്. മെട്രോ പണിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഈ മെട്രോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാവുമല്ലോ. ആ റൂട്ടൊക്കെ പോകുമ്പോഴേക്കേ വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാം അല്ലേ. 500 മീറ്ററിൽ ലെഫ്റ്റിലോട്ട് തിരിയണം കേട്ടോ. അതെ അതെ. പിന്നെ വാട്ടർ മെട്രോയും ഉണ്ടല്ലോ. ഇങ്ങോട്ടൊക്കെ മെട്രോ വന്നിട്ട് വേണം ഒന്ന് മെട്രോയിൽ യാത്ര ചെയ്യാൻ. വാട്ടർ മെട്രോയിൽ ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ടോന്നേ? കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാക്കനാട് റൂട്ടുള്ള വാട്ടർ മെട്രോ. ഒരുപാട് നമുക്ക് ദേശാടന പക്ഷികളെയും കിളികളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല കൺവീനിയൻ്റ് ആട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ ഒക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ.
അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ ഞങ്ങൾ ജസ്റ്റ് ചെന്ന് ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുമായിരുന്നു അപ്പയും അമ്മയും മനഃപൂർവ്വം പറഞ്ഞിട്ടതാണോ ഈ മാച്ചിങ് കളറ്, എന്നോട് പറഞ്ഞില്ലല്ലോ, പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ഇട്ടേനെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷെ അവർ ബൈ ചാൻസിൽ ഇട്ടതാണെന്നാണ് പറഞ്ഞിട്ടോ. അത് ശരിയാണ്, കാരണം അവരങ്ങനെ മാച്ചിങ് ഇടാമെന്നും പറഞ്ഞ് ഇട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പക്ഷെ ബൈ ചാൻസിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാച്ചിങ് ഒത്തു വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇവരൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നത്. അല്ലായിരുന്നെങ്കിൽ എനിക്കും ഈ കളറിലുള്ളതൊക്കെ ഇടായിരുന്നു എന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. അത് മിസ്സായി പോയി. ഒരാൾ വ്യത്യസ്തമായിട്ടിരിക്കട്ടെ. പക്ഷേ ഈ പിക്ചറിലൊരു ഫാമിലി ഫോട്ടോ എടുക്കണ്ടായിരുന്നു, അത് എടുത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഒരാൾ മാത്രം നീലയും രണ്ടുപേരും പച്ചയായിട്ടിരിക്കുന്ന നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ അവരുടെ രണ്ടുപേരുടെ എടുത്തു കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് ഇടാം, നല്ല രസമാണ് കാണാനായിട്ട്. രണ്ടുപേരും സെയിം കളറല്ലേ. പിന്നെ അമ്മയുടെ ഈ സാരി നല്ലതായിട്ടുണ്ടെന്ന് ഒരുപാട് പേര് ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഇട്ടപ്പോൾ പറഞ്ഞു പോത്തീസിന്നാ മേടിച്ചേ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അപ്പയുടെ ഈ മുണ്ട് ഞാൻ മേടിച്ചതാട്ടോ. വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഞാൻ പോത്തീസിന്ന് മേടിച്ചിട്ടുള്ളതാ. ഡബിൾ കളറുള്ളത്, ഗ്രീനും ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് കളറും കൂടെ ചേർന്നിട്ടുള്ള കരയാണ് അതിൻ്റെ വരുന്നത്. പിന്നെ സിൽവർ ലൈനിങ്ങും ഉണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒറ്റ നോട്ടത്തിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ പോരുന്ന സമയത്ത് ഞാൻ ആ വണ്ടി ഓടിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങളൊന്നും വ്യൂസ് ഒന്നും കാണാതിരുന്നു കേട്ടോ, അതായത് കാഴ്ചകളൊന്നും കാണാതിരുന്നത്. ഞങ്ങളുടെ സോഡാലേക്ക് കപ്പയ്ക്ക് കുറച്ച് കുടിക്കാം. എനിക്ക് നിങ്ങളൊന്നും പറയാം പറയാം. എന്നാണെങ്കിലും നമ്മൾ രണ്ട് കഴിയും 2:30 ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഐഡിയ പ്രകാരമാണ് കേട്ടോ നമ്മൾ ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് കയറിയതാണ്. വീട്ടിൽ ചെന്നിട്ട് ഊണ് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും എങ്ങനെ പോയാലും ഒരു 2:15 കഴിയും. അപ്പോൾ ആ ചോറ് വാർക്കാനായിട്ടുള്ള ആ ഒരു ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിശക്കണ്ടെന്ന് വിചാരിച്ച് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ആകെ 3 ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും ഓരോന്ന് വീതം അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഊണൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ചെന്നിട്ട് ഊണ് കഴിക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അമ്മ ഒരെണ്ണം എടുത്തു, ഞാനും അപ്പയും ഒരു ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഒരെണ്ണം കഴിച്ചു. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പ കഴിച്ചോളാം എന്നൊക്കെയാണ് പറയണേ. ഞാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് ഒരേ സമയം കഴിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചപ്പാത്തിയുടെ കൂടെ സാലഡ് കൂട്ടി കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പയ്ക്ക് കൊടുക്കും അതിങ്ങനെ എന്താ പിന്നെ എന്താ ചെയ്യണം. അപ്പയ്ക്ക് പിന്നെ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വായിൽ വെച്ച് കൊടുത്താണ് കേട്ടോ. കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ സോഡ ലൈം ഒക്കെ ഓർഡർ ചെയ്തു. മധുരം കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു സോഡ ലൈം, അത് 3 കേട്ടോ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ സോഡ ലൈം കഴിച്ചിട്ടുണ്ടോ? മധുരവും ഉപ്പും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ആ 2 കോമ്പിനേഷനും കൂടെ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ചോറ്റാനിക്കര ആ ഭാഗത്തുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. നമ്മളിടയ്ക്ക് കയറാറുള്ളതാണ് ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ അപ്പ പറയായിരുന്നു വേഗം വണ്ടി എടുക്ക്, വീട്ടിൽ എത്താതെ സമയമായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ചീവീടുകളുടെ കരച്ചിൽ നമ്മുടെ ഇവിടെ പകലും ഉണ്ടോ എന്നൊരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ പകലും രാത്രിയും സന്ധ്യയ്ക്കും എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും ചീവീടുകളുടെ കരച്ചിൽ. അത് ഇല്ലാത്തൊരവസരം മഴക്കാലത്ത് അധികം ഉണ്ടാവാറില്ല. വേനൽക്കാലത്ത് പിന്നെയും എപ്പോഴും അങ്ങനെ കേൾക്കാറില്ല എന്ന് എനിക്ക് തോന്നണേ. മഴക്കാലത്താണല്ലോ ഈ ഗ്രീനറി ഇത്രയും വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വരണേന്ന് എനിക്ക് തോന്നണേ. ഇത് എവിടെ വെക്കാനത്? വെക്കാനല്ല, കൈ പിടിച്ചു വരാം. ഇരുമ്പുള്ളിയുടെ അവിടെ നിലത്തിട്ടാരൻ പറമ്പിൽ ഇറങ്ങുമ്പോൾ പിടിച്ചു നടക്കാം. തേക്കിന്റെ പോലെ ഇട്ടു, അതിപ്പോ കാണാനില്ല അവിടെ. ഇന്നാള് ഞാന് പറമ്പിലിറങ്ങാനായിട്ട് കൊറേ തപ്പി, എന്നിട്ട് ഒരു കോല് കിട്ടണ്ടായിരുന്നില്ല. ഞാൻ യൂഷ്വലി ഇറങ്ങുമ്പോ കോല് എടുക്കാറില്ല, ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് ഫോൺ ഉണ്ടാവും എപ്പോഴും കയ്യില്. അപ്പൊ കോല് പിടിച്ചാൽ കറയൊക്കെ വന്നിട്ട് കയ്യിൽ നിന്ന് ഫോണിലേക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങുമ്പോൾ കോല് പിടിക്കാറില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ പോകുമ്പോൾ കോല് വേണമല്ലോ. കോലിട്ട് തട്ടി തട്ടി വേണം പോവാൻ. നിൽക്കാം, അങ്ങോട്ട് വരാം, കേൾക്കില്ല. എൻ്റെ വീട്ടിൽ നിന്നാൾ ആങ്ങളെയും ഭാര്യയും മോനും മോൻ്റെ ഭാര്യയൊക്കെ കൂടെ വന്നപ്പോൾ ആ കൊച്ച് സാന്ദ്ര
എനിക്ക് പറമ്പ് അമ്മയുടെ പറമ്പ് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ വേനൽക്കാലത്ത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അല്ല അമ്മ ഈ പുല്ല് പിടിച്ച് കിടക്കുമ്പോൾ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ഇവിളെയും കൂട്ടി പോയപ്പോൾ മുഴുവൻ ഇവള് പറഞ്ഞു പുല്ല് ഇതായതുകൊണ്ട് കോലികൾ ഞാൻ വെച്ചേക്കണ കോലി ഇരുമ്പുള്ളിയുടെ അവിടെ അത് കാണാനില്ല. ഞാനും കൊറേ തപ്പിയാ പിന്നെ ഞാൻ വെച്ചേക്കണ കോലി 2 വിറക് വരയിലുണ്ട് പഴയ ചായ്പുതൊഴുത്തില്. അപ്പൊ അത് ഇവര് നോക്കിയില്ല. ഇവര് ഇതിലെല്ലാം ചുറ്റിക്കറങ്ങി ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം ഇതിലേക്ക് ചുറ്റിക്കറങ്ങി വെച്ച് വന്നു. എനിക്ക് പിന്നെ നമ്മളിങ്ങനെ തട്ടിത്തട്ടിങ്ങനെ പോണോണ്ട് വലിയ പ്രശ്നമില്ല. പുതിയ ആരെങ്കിലും അങ്ങനെ വരുമ്പോഴേ എന്തെങ്കിലും ഒരു കോല് കൈ കൊടുക്കണം നമ്മള്, ഷൂ ഉണ്ടെങ്കിലും. അപ്പൊ അപ്പടി പുല്ലല്ലേ, മഴ പിടിക്കുമ്പോ എത്ര പുല്ല് കിട്ടിയാലും പുല്ലാവും. നിങ്ങൾക്കറിയാലോ പറമ്പ് ഉണ്ടായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യണവർക്ക് അതിന്റെ ഇങ്ങനെ പുല്ല് പിടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പുല്ല് മാത്രമല്ല ഇടതൂർന്ന് ഒരുപാട് മരങ്ങളുണ്ട്. അതായത് ആഞ്ഞിലി, തേക്ക് മെയിനായിട്ട് മാവ് അല്ല മെയിനായിട്ടുള്ള കാതൽ മരങ്ങളാണ് ആഞ്ഞിലി, തേക്ക്, മഹാഗണി. പിന്നെ മാവുണ്ട്, പ്ലാവുണ്ട്. മാവുകൾ കണ്ടമാനുണ്ട്, പ്ലാവ്. പിന്നെ കാതലായിട്ടുള്ള മറ്റൊരു വൃക്ഷമാണ് പാല. പാല അല്ല അത് പിന്നെ ഒറ്റത്തടിയായിട്ട് പോയേക്കുമല്ലേ. ഈ തേക്കും മഹാഗണിയും ആഞ്ഞിലിയൊക്കെ ഇങ്ങനെ ഇടതൂർന്ന് ഇങ്ങനെ നിക്കണത് കൊണ്ട് ഇങ്ങനെ നിബിഡ ഇതുപോലെ നിൽക്കും നമുക്ക്. അപ്പൊ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര പച്ചപ്പും മരങ്ങളുമാണ്. ഞാൻ പറഞ്ഞില്ലേ ചിലതൊക്കെ ഇങ്ങനെ കടപഴകി വീണു, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ജീവിതത്തിൽ പറഞ്ഞേക്കണല്ലേ. ഏതായാലും വീടിന്ന് രക്ഷ നേടി ഇതുവരെ നിപ്പുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് വീട്ടിലേക്കൊന്നും മറിഞ്ഞിട്ടില്ല. കരിമലപ്പിതാവിന്റെ കരുതൽ കൊണ്ട് ഒന്നും വീടിന് നാശനഷ്ടം വരുത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ വർത്താനം പറഞ്ഞു നിന്നാ സന്ധ്യയായി തുടങ്ങി. മരയ്ക്ക് ഒരു കൊമ്പും കൂടെ വെട്ടിയെടുക്കട്ടെ. ഇവിടെ ഈ മരത്തിന്റെ കൈകളുടെ കൊമ്പുണ്ട്, അതും കൂടെ വെട്ടിക്കൊണ്ട് അങ്ങ് പോയാലേ പിന്നെ അത് ഒരു കൊമ്പിന് വരും 2-3 കൊമ്പിരുന്ന പ്രശ്നമില്ലല്ലോ. വേണ്ട കൊമ്പ് പിടിച്ചാ അപ്പൊ കറയാം. ഈ കറയും കൊണ്ട് ഫോണിലേക്ക് പിടിച്ചാലേ കളി മാറും. അല്ല കൊഴപ്പില്ല, ഫോണിലേക്ക് പിടിച്ച പ്രശ്നമാണത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങുമ്പോ കോലെടുക്കാത്തത്. അതെ, ഫോൺ വെച്ചിട്ട് ഞാൻ ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാറില്ല. ഫോൺ എപ്പോഴും ഉണ്ടാകും. കാരണം എനിക്ക് വീഡിയോ എടുക്കാനാ, വേറെ ഒന്നിനല്ല കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് നമുക്ക് പിക്ചേഴ്സ് ഒക്കെ എടുക്കാനുണ്ടാവും. ഇത് കൂവയല്ലേ? ഇത് കൂവയാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മുടെ പറമ്പിലുള്ള മനോഹരമായ നമ്മുടെ നിധികളെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നിധിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മരങ്ങളെയാണ്. നമുക്ക് മരങ്ങൾ എപ്പോഴും നിധികളാണ്. അപ്പോ 15 മഹാഗണി തൈ അപ്പ തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ നിന്ന് മഴ സീസണിൽ മേടിച്ച് നട്ടതാണ്. അത് മതില് കെട്ടിയ സമയത്ത് ആ സൈഡിലുള്ള 4 എണ്ണം വെട്ടിക്കൊടുത്തായിരുന്നു. ബാക്കിയുള്ളത് മൊത്തം ഇവിടെ നിപ്പുണ്ട്. മഹാഗണി കേട്ടോ. അതല്ലേ ചാഞ്ഞു നിക്കണതാണ്. അത് അവിടെ ആഞ്ഞിലി വന്ന് അതിന്റെ മുകളിലേക്ക് വന്ന് പൊങ്ങിയപ്പോ മഹാഗണി ചാഞ്ഞു പോയതാ. അങ്ങനെ 2 കമ്പാണ്. ഇനി ആഘോഷായിട്ട് അമ്മയ്ക്ക് പറപ്പിക്കണ നടക്കാം. നല്ല കമ്പ, അത് വലുതാ. നീ പോകാം. ഇതിന് കറയില്ല, അത് ഞാൻ പിടിച്ചോളാം. അല്ല ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല. ഇങ്ങനെയുള്ളത് വെട്ടിയാലേ പറ്റുള്ളൂ. പോകാം. മതിലിന്റെ അവിടെയൊക്കെ വൈറവള്ളി കയറിയില്ലേ നമ്മുടെ കുഴപ്പമില്ല. നമ്മുടെ അവര് തന്നെയൊക്കെയല്ലേ പരിസരത്തൊക്കെ ഉള്ളവർ, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. അപ്പേട് പറയാ വൈറവള്ളി നമ്മുടെ പറമ്പിൽ നിന്ന് മതിലേട്ട് കയറിയേക്കണൊക്കെ ഒന്ന് വെട്ടി മാറ്റാം. ഒന്നും ശരിയാവില്ല അങ്ങനെ നിന്നപ്പോ. ഞാൻ പോകാം, ബാ. ഇനിയിപ്പോ കുഴപ്പമില്ല. നിങ്ങളെ നാച്ചുറൽ അന്തരീക്ഷത്തിന് സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് വെക്കാതിരുന്നത് കേട്ടോ. മൈക്ക് വെച്ച് കഴിയുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ആ ബാക്ക്ഗ്രൗണ്ട് നോയിസ് കംപ്ലീറ്റ് റിഡക്ഷൻ ആയി പോകും. ഇതാകുമ്പോൾ കറക്റ്റ് ആ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാമല്ലോ. അവിടെ എങ്ങനെ അടച്ചു വെക്കണേ? വെള്ളം അതിലേക്ക് പോയാൽ നേരെ താഴോട്ട് പോകും. അപ്പൊ ഈ ഓവിക്കടെ എല്ലാ വെള്ളവും പോയി തീരുവോ? പിന്നെ വീടിൻ്റെ ചുറ്റുമുറമൊക്കെ ഇങ്ങനെ ഓടി നടന്ന് ചില ബൈറ്റ്സ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം വേറെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കലുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കുറച്ച് ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് അങ്ങ് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്കും ഇഷ്ടമാണല്ലോ വ്ളോഗ് കാണാൻ. ഇത് അമ്മച്ചി നട്ട തെങ്ങിലാന്ന് തോന്നുന്നില്ലേ, വലിയ തേങ്ങ. അമ്മച്ചിയാണ് ഈ വലുതൊക്കെ നോക്കി സെലക്ട് ചെയ്ത് നടന്ന കാലത്ത്. അതെ അതെ, കൊറേ തേങ്ങ കിട്ടാനൊക്കെ ആയിട്ട്. ഈ പറമ്പിൽ അന്ന് വേറെ വരുമാന മാർഗം ഇല്ലല്ലോ. പറമ്പിലുള്ള തേങ്ങയും പാടത്തെ നെൽകൃഷിയല്ലേ വരുമാന മാർഗമുള്ളത്. അതെ.